യൂറോ കപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. ഇംഗ്ലണ്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ക്വാർട്ടർ കടമ്പ കടന്നു. ഷൂട്ടൌട്ടിൽ സ്വിറ്റ്സർലാൻഡിനെ 3-നെതിരെ 5 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിലെത്തിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമും ഓരോ ഗോൾ വീതം നേടി. അധിക സമയത്ത് ഇരു ടീമിനും ഗോൾ നേടാനായില്ല. ഷൂട്ടൌട്ടിൽ മാനുവൽ അക്കാൻജിയുടെ കിക്ക് തടുത്തിട്ട ഗോളി ജോർഡാൻ പിക്ഫോർഡാണ് ഇംഗ്ലണ്ടിന്റെ രക്ഷകൻ. ഇംഗ്ലണ്ടിനായി കോൾ പാൽമർ, ജൂഡ് ബെല്ലിംഗ്ഹാം, ബുക്കായോ സാക്ക, ഇവാൻ ടോണി, ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ് എന്നിവർ പെനാൽറ്റി ഗോളാക്കി. ഫാബിയൻ ഷാർ, ഷർദാൻ ഷാക്രി, സെക്കി അഡമോനി എന്നിവർ സ്വിറ്റ്സർലാൻഡിനായി ലക്ഷ്യം കണ്ടു. അക്കാൻജിയുടെ കിക്ക് പിക്ഫോർഡ് തട്ടിയകറ്റിയതോടെ സ്വിറ്റ്സർലാൻഡിന്റെ ആദ്യ യൂറോ കപ്പ് മോഹവും ഇല്ലാതായി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമിനും പ്രതീക്ഷിച്ച മികവിലേക്ക് എത്താനായില്ല. ഇംഗ്ലണ്ടാണ് കൂടുതൽ നിരാശപ്പെടുത്തിയത്. വമ്പൻ താരങ്ങളുണ്ടായിട്ടും ഒത്തിണക്കത്തോടെ കളിക്കാനോ ആക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇംഗ്ലണ്ടിന് കഴിഞ്ഞില്ല. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. 75-ാം മിനിറ്റിൽ ബ്രീൽ എംബോഡോ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. ഇംഗ്ലീഷ് ഡിഫൻഡർമാർക്കിടയിലൂടെ വന്ന പാസ് എംബോഡോ ഗോളാക്കി മാറ്റുകയായിരുന്നു. 5 മിനിറ്റിനകം ഇംഗ്ലണ്ട് ഒപ്പമെത്തി. ബുക്കായോ സാക്കയുടെ സൂപ്പർ ഗോളാണ് ഇംഗ്ലണ്ടിനെ രക്ഷിച്ചത്. ഇരു ടീമിനും ലീഡ് ഉയർത്താൻ കഴിയാതെ വന്നതോടെ ക്വാർട്ടർ ഫൈനലിലെ തുടർച്ചയായ 3-ാം മത്സരവും എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. അധിക സമയത്തിന്റെ തുടക്കത്തിൽ ഡെക്ലാൻ റൈസിന്റെ പൊള്ളുന്നൊരു ഷോട്ട് സ്വിസ് ഗോളി യാൻ സോമർ തട്ടിയകറ്റി. അധിക സമയവും സമനില പാലിച്ചതോടെ കളി ഷൂട്ടൌട്ടിലേക്ക്. ഷൂട്ടൌട്ടിൽ ഭാഗ്യം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 52% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ഇംഗ്ലണ്ടായിരുന്നു. 13 ഷോട്ടുകളാണ് ഇംഗ്ലണ്ട് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 670 പാസുകൾ 91% കൃത്യതയോടെ ഇംഗ്ലണ്ട് പൂർത്തിയാക്കി. 11 ഷോട്ടുകളാണ് സ്വിറ്റ്സർലാൻഡ് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. 622 പാസുകൾ 91% കൃത്യതയോടെ സ്വിറ്റ്സർലാൻഡ് പൂർത്തിയാക്കി. സെമിയിൽ നെതർലാൻഡ്സ് തുർക്കി മത്സര വിജയികളെയാണ് ഇംഗ്ലണ്ട് നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.